മടുത്ത് ഞാൻ. എത്ര കാലമായി നിങ്ങളോട് ഞാൻ പറയുന്നു ഈ ഒറ്റയ്ക്ക് കിടന്ന് പോയി ഞാൻ മടുത്തു. നീ എന്താടി പറയുന്നത്? എന്നതാ പറയുന്നത്? അപ്പൊ ഇത്രയും നാളായിട്ട് ഞാൻ നിങ്ങളുടെ ചെവിയിലേക്ക് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ മടുത്തു. ഈ തള്ളയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കുന്നത് മൊത്തം. ഞാൻ ഒരുത്തി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മാത്രമേ നമുക്ക് ഈ വീട്ടിലേക്കുള്ള വരുമാനമുള്ളൂ. ആ പൈസ മൊത്തം ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കുമല്ലേ? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത്. എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുവിടും. ഒരു പെങ്കൊച്ചല്ലേ ഇവിടെ വളർന്നു വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നുവരെ എന്തെങ്കിലും സമ്പാദിച്ചോ? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവുന്നുണ്ടോ സമ്പാദിക്കാൻ? ഇല്ലല്ലോ. അമ്മനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലയിലോട്ട് കയറുക. അതെ, നിങ്ങൾ ഒറ്റപ്പുത്രനൊന്നുമല്ലല്ലോ, വേറെ 2 പെങ്ങന്മാരും കൂടി ഇല്ലേ? അങ്ങോട്ട് കൊണ്ടുവിടുന്നേ. കെട്ടിച്ചു വിട്ടെന്ന് വിചാരിച്ചോണ്ട് കാരണന്മാരുടെ പേരിലുള്ള എല്ലാ ഉത്തരവാദിത്വം അവരുടെ കഴിഞ്ഞെന്ന വിചാരം. അങ്ങനെയല്ല, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് ഇതുപോലെ പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ. അവർക്കുണ്ട്, കാരണന്മാരും ഇല്ല, അവരെ നോക്കാൻ്റെ ആവശ്യമില്ല. അപ്പൊ ഈ അമ്മേനെ കുറച്ച് കണക്കിന് കൊണ്ടുപോയി നിർത്തി നോക്കുവോ? എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടോ? നിങ്ങളെ പിഴിഞ്ഞ് ജീവിച്ചു ഇത്രയും കാലം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ കയറിയിട്ട് എത്ര കാലമായി? തള്ളേനെ ഉപേക്ഷിച്ചു. ഇവിടെ ഞാൻ കയറുന്ന കഷ്ടപ്പെട്ട് പോരണം എല്ലാത്തിനും. നീ എന്നാ വർത്താനാടി പെണ്ണേ പറയുന്നത്? കെട്ടിച്ചിട്ട പെമ്മക്കളുടെ ഉത്തരവാദിത്വമാണ് കാരണന്മാരെ നോക്കേണ്ടത്. മകനായ എൻ്റെ കടമയല്ലേ അത്? എനിക്ക് എൻ്റെ അമ്മേനെ അങ്ങനെ കൊണ്ട് കളയാൻ പറ്റും? നീ എന്നാ ഈ പറയുന്നത്? ഇതിൻ്റെ കടമയല്ലേ പെണ്ണ്? ഓ, എന്നാ പറഞ്ഞേ? കടമയോ? കടമയാണെങ്കിലേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. അതുണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. 5-6 മാസമായില്ലേ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ, അതിന് വിലയുണ്ട് കുറച്ച്. നീ എന്താണ് ഈ പറയുന്നത്? 5-6 മാസമായിട്ട് ഞാൻ എന്തും കൊണ്ടായിരിക്കുന്നത്? ഈ 5-6 മാസം മുമ്പ് വരെ നിന്നെ അമ്മേനെ എൻ്റെ പൊന്നു പോലെയല്ല ഞാൻ നോക്കിക്കൊണ്ട്. ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ ആരോഗ്യം സമ്മതിക്കാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോൾ പഠിക്കാറില്ലാത്തത്. അതുവരെ നിങ്ങൾക്ക് 2 പേർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ പറ്റിയിട്ടുണ്ട്. നിന്റെ ശമ്പളം എത്ര രൂപയുണ്ടെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇന്ന് എന്തുവാ പറയുന്നത്? ഓ, നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. നിനക്കിപ്പോ എന്നാ വേണ്ടേ? അമ്മേനെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അതിനുള്ളത് ഞാൻ ചെയ്യുന്നു. ഓരോ സമാധാനമാണ്. കണ്ടാച്ചാ മതി. കുറെ കാലമായില്ലേ. അമ്മ എന്നാ അമ്മ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്? എല്ലാം ശരിയാവും അമ്മ. എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ. എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. എല്ലാം ശരിയാവും അമ്മ. എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യത്തെ പറ്റി വല്ലതും ആലോചിച്ചോ? ഓ എന്റെ ദൈവമേ. ഞാൻ ഉമ്മാനടുത്ത് പോയാലേ ഞാൻ അന്വേഷിച്ചു കേട്ടോ. സുന്ദരനടുത്ത് അന്വേഷിച്ചപ്പം ഒരു സ്ഥലം നല്ലതാ. നല്ല അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. വീട്ടിൽ നോക്കുന്നവിടെ തന്നെ അവർ നോക്കും. പക്ഷെ ഇച്ചിരി പൈസ കൂടുതലാണ്. മാസം അടയ്ക്കേണ്ട കാശ് ഇച്ചിരി കൂടുതലാണ്. നിങ്ങൾ എന്നാ വർത്താനമായി പറയുന്നേ? ഒരു പെങ്കൊച്ച വളർന്നു വരുന്ന കാര്യം നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ? കാശ് കുറച്ച് കൂടുതലാണെന്ന് പോലും. അത് ഇവിടെ മരുന്ന് മേടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ പറഞ്ഞത്. ഞാൻ എത്രയുണ്ട് വരുമാനം എല്ലാം നിങ്ങൾക്ക് അറിയത്തില്ലേ? അങ്ങനെ പറഞ്ഞ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് തള്ളിക്കളയാൻ പറ്റും എൻ്റെ അമ്മേനെ. അങ്ങനെ തള്ളിക്കളയണമെന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യം എല്ലാ കാര്യങ്ങളും അത്യാവശ്യമൊക്കെ നോക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. അതൊന്നും ശരിയാവില്ല. ഇത്രയും കരയാനല്ല പറഞ്ഞത്, വിഷമിക്കാനല്ല. ഓരോ അവസ്ഥകൾ ഉണ്ടാകുമ്പോ മനുഷ്യർ പറഞ്ഞു പോകും. ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും.
എവിടെയെങ്കിലും ഒന്നും കൊണ്ട് ഇവിടെ ഞാൻ പോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സൗകര്യവും വേണ്ട, ഒന്നും വേണ്ട. ഞാനിങ്ങനെയെങ്കിലും എന്നെ പറ്റുന്ന പോലെ ജീവിച്ചോളാം, എന്നെ വിട്ടേരും. നീ വിഷമിക്കണ്ടടാ, നിനക്ക് വയ്യാതെ വന്നത് കൊണ്ടല്ലേ, സാരമില്ല, പോട്ടെ, എന്നെ കൊണ്ടേ വിട, ഞാൻ പൊക്കോളാം. മോനെ മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ ചേച്ചി ഒന്നുകൊണ്ട് സങ്കടപ്പെടാനും പോയാലേ, നമ്മളെ പോലെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. സങ്കടപ്പെടുത്താം, നമുക്ക് പഴയ കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ഇരിക്കാനേ സങ്കടപ്പെടണ്ട കേട്ടോ. നമുക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ കുറച്ച് എത്ര നാളായെന്നറിയാവോ? മക്കളൊക്കെ ഒന്നും കരയൊന്നും വേണ്ട, വിഷമിക്കേണ്ടതേ. നമുക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ സാരമില്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ് നോക്കി ഇരിക്കാം. നമ്മളെല്ലാവരും ഒരുപോലെയുള്ളവരല്ലേ, ഒത്തിരി പേരുണ്ട് നമ്മളെപ്പോലെയുള്ളവർ. അമ്മേ, കൊച്ചു കരയുന്നത് കേട്ടില്ലേ? അമ്മ ഇല്ലെന്നുള്ള കാര്യം മറന്നുപോയി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാലേ. അമ്മ ഇങ്ങനെ കുടി. എന്നുവെച്ചാ എന്തിനും അമ്മേനെ വിളിച്ച് ശീലമായോണ്ട് പെട്ടെന്ന് അമ്മേനെ വിളിച്ചല്ലേ. ഞാനും അടുക്കളയില് എന്ത് പെരുമാറുമ്പോഴും അമ്മയെന്നുള്ള വായിൽ വരുന്നുണ്ട്. ഇപ്പൊ കൊച്ചു കിടന്നത് കാലം ഇപ്പൊ പെട്ടെന്ന് ഞാൻ അമ്മേ കൊച്ചിനെ എടുക്കുന്നു അങ്ങനെ പറഞ്ഞപ്പോഴാണ് അമ്മ ഇവിടെ ഇല്ലെന്ന്. ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പറഞ്ഞത്, എല്ലാം കൂടി ആയപ്പോ എനിക്ക് ഒരു ഇതായി. നമ്മുടെ വരുമാനം കൊണ്ടൊന്നും എത്തുന്നില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരിങ്ങനെ നീ തന്നെയല്ലേ പോയിന്, ആ ചോദ്യങ്ങളും എല്ലാം കൂടി ആയതുകൊണ്ടാണ്. അമ്മയില്ലാതെ വീടിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ഇപ്പോഴാണ് അതിനെപ്പറ്റി എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോഴാണ് എന്നെ കണ്ടില്ല, അവള് കിടന്ന് കരച്ചിലായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല അമ്മേന്നാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. നമുക്കതൊന്നും നടക്കില്ല. അമ്മയില്ലാത്ത ഈ വീട് ഒരു വീടല്ല. നമുക്ക് അമ്മേനെ കൂട്ടിയിട്ട് വരച്ചായ ശരിക്കും ജയിച്ചതിൻ്റെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം. ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ലേ. എൻ്റെ വീട്ടിൽ നിന്നുള്ള ഈ പ്രഷറൊക്കെ കാണാൻ പറഞ്ഞു നമുക്ക് അമ്മേനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ പോയേക്കാം, നിങ്ങൾ റെഡിയായി. നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും ഇതുപോലെ അനാഥ മന്ദിരങ്ങളിലും വൃദ്ധസദനത്തിലും കൊണ്ടുപോയി തള്ളാതിരിക്കുക. അവർ നമ്മുടെ കുടുംബത്തിലുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും നമുക്ക്. ആ തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടാകുന്നത് വളരെ വൈകിയായിരിക്കും. അവരില്ലാതാകുമ്പോഴേ നമുക്കതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ വില മനസ്സിലാവുകയുള്ളൂ.